ഡൽഹി വിവേക് വിഹാറിൽ തീപിടുത്തത്തിൽ 7 കുഞ്ഞുങ്ങൾ മരിച്ച ആശുപത്രി പ്രവർത്തിച്ചത് സർവത്ര നിയമവിരുദ്ധമായി. അലോപ്പതി ഡോക്ടർക്ക് പകരം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഒരു ആയുർവേദ ഡോക്ടറാണ്. ഉടമകളുടെ അറിവോടെയാണ് താൻ ജോലി ചെയ്തിരുന്നതെന്ന് ഡോക്ടർ ആകാശ് പോലീസിനോട് വെളിപ്പെടുത്തി. വിഷയം ചർച്ച ചെയ്യാൻ ഡൽഹി ആരോഗ്യമന്ത്രി സൗരവ് ഭരദ്വാജ് അടിയന്തര യോഗം വിളിച്ചു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ആർക്കെ, അതിദാരുണമായ സംഭവമായിരുന്നു ഡൽഹിയിലെ വിവേക് വിഹാർ ആശുപത്രിയിൽ നടന്നത്. അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന പല വസ്തുതകളും നമ്മൾ അറിയുകയാണല്ലോ. അപ്പോൾ അവിടെ അടിമുടി നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന ഒരു ആശുപത്രിയായിരുന്നു അത് എന്ന്. എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ? തീർച്ചയായിട്ടും ഗോപി, പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കാരണം ആ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് നിയോഗിക്കപ്പെട്ടിരുന്നത് ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന് ഈ പീഡിയാട്രീഷ്യൻ എന്ന ലേബലിലായിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സ എന്നുള്ളത് ഡോക്ടർ ആകാശ് ഇക്കാര്യം പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ഉടമകളുടെ നിർബന്ധപ്രകാരമാണ് താൻ ഈ പീഡിയാട്രീഷ്യനായിട്ട് അവിടെ പ്രവർത്തിച്ചു വന്നത് എന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല, ഈ ഉടമയുടെ ഭാര്യ ഒരു ദന്ത ഡോക്ടറാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ആശുപത്രി പ്രവർത്തിച്ചത്. ഒരിടത്ത് മാത്രമല്ല, 4 സമാനമായിട്ട് ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആശുപത്രിക്ക് ഫയർ ലൈസൻസ് അടക്കമുള്ള ഒരു ലൈസൻസും ലഭ്യമായിരുന്നില്ല എന്നുള്ളതും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആശുപത്രി പ്രവർത്തിച്ചത് ഈ ഓക്സിജന്റെ വലിയ സിലിണ്ടറുകളിൽ നിന്ന് ചെറിയ സിലിണ്ടറുകളിലേക്ക് ഓക്സിജൻ പകർന്ന് വിൽപ്പന നടത്തി ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പോലീസ് കരുതുന്നത്. 4 ബെഡുകൾക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്ന ഈ ആശുപത്രിയിൽ ഏതാണ്ട് 12ഓളം ബെഡുകളാണ് ഈ അഗ്നി പടരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.